2026 കേരളത്തിലെ ഇലക്ഷനിൽ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. 10 വർഷം പൂർത്തിയാക്കുന്ന പിണറായി വിജയനെതിരെയാണ് വിധിയെഴുത്ത്. കൃത്യമായിട്ട് പറയാം, അത് തന്നെയാണ് കോർ അജണ്ട എന്ന് പറയുന്നത്. ഇലക്ഷൻ്റെ കോർ അജണ്ട. ബാക്കിയെല്ലാം ചെറിയ ചെറിയ അജണ്ടകൾ മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് പറയാം, UDF ഏകദേശം 100-ന് മുകളിൽ സീറ്റോടുകൂടി അതിനകത്ത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം, അതായത് കഴിഞ്ഞ പ്രാവശ്യം 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ ഞാൻ കേരളത്തിൽ BJP സപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്ത് BJP ഒരു നല്ല പൊളിറ്റിക്കൽ പാർട്ടി ആകണം, കേരളത്തിലുണ്ടാകണം എന്ന് ആഗ്രഹിച്ച ഒരാൾ തന്നെയാണ് ഞാൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്തിട്ട് ഗ്രൗണ്ട് അറിഞ്ഞിട്ട് തന്നെ ചെയ്തത്, വെറുതെ ആയിട്ട് ചെയ്യുന്നതല്ല ചെയ്യുമോ. ചിലയിടത്ത് എൻ്റെ കാൽക്കുലേഷൻ, അത് അനിൽ ആൻ്റണി, ആ കാൽക്കുലേഷനൊക്കെ തെറ്റിപ്പോയി. പക്ഷേ BJP നല്ലപോലെ പെർഫോം ചെയ്യും. കാരണം ഗ്രൗണ്ടിൽ പോയി ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാതെ 19.7%, 19.7% വോട്ട് ഷെയർ BJP കിട്ടി. അതൊരു ഒരു റവല്യൂഷൻ, ഇത് ചരിത്രപരമായ നേട്ടമാണ്. ഈ പറയുന്ന 19.7 കേരളത്തിന് വോട്ടിംഗ് ശതമാനം BJP കൂട്ടിയത്. അതിൻ്റെ അത് ഏറ്റവും നിർണായകം തന്നെയാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഏകദേശം 75,000-76,000 വോട്ടുകൾക്ക് വിജയിക്കേണ്ടതായിട്ട്. കാരണം അപ്പോഴാണ് ബേസിക്കലി കോൺഗ്രസിനും UDF-നും LDF-നും ഭയം തോന്നിയത്. നല്ലൊരു ഫോഴ്സ് ആയിട്ടെന്ന് പറഞ്ഞു. അതാണ് കറക്റ്റ്. ഇപ്പം 2026 നോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ നേരെ 4.5%, അതായത് 5%, ഈ 19.7 നിന്നും 14.5% വോട്ട് ഷെയർ കിട്ടുക. അത് ചെറിയ വോട്ട് ഷെയർ അല്ല, 1-1.5% ഒക്കെ നമുക്ക് സമ്മതിക്കാം. എങ്ങനെയാണ് ഈ 5% വോട്ട് ഷെയർ പോകുന്നത്? ഇതാണ് BJP പഠിക്കാത്ത ചില ശരിക്കുമുള്ള പാഠങ്ങൾ. ഇവർക്ക് ഈ പറയുന്ന ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ബുദ്ധത്തെ പറ്റി അറിയത്തില്ല. എങ്ങനെയാണ് പഞ്ചായത്ത് ഇലക്ഷനോ അതേപോലെ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിലും ഒരു സീറ്റ് പോലും കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ 2 സീറ്റ് കിട്ടി. ആ സീറ്റ് പോയി. പല പഞ്ചായത്തുകളും ഓരോ കിട്ടിയ പഞ്ചായത്ത് കയ്യിൽ നിന്ന് പോയി. തിരുവനന്തപുരത്ത് നേട്ടം ഉണ്ടാക്കി. ഞാൻ ഈ പറയുന്നത് റീജിയണലായിട്ട് സ്പെസിഫിക് കാര്യമല്ല പറയുന്നത്, കേരളം മുഴുവൻ എടുക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ പാലക്കാട് ഇലക്ഷൻ, ഇവരുടെ പോരായ്മയാണ് പറയുന്നത് BJP. കാരണം പാലക്കാട് ഇലക്ഷൻ അവിടെ കൃഷ്ണകുമാറിനെ സപ്പോർട്ട് ചെയ്ത് ജയിക്കണമെന്ന് താല്പര്യപ്പെട്ടായിരുന്നു. അവിടെ എന്താ ഉണ്ടായത്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവം പാലക്കാട് കാണും. അവിടെ BJP-ക്കാരോട് സംസാരിച്ചതിന് ശേഷം BJP-ക്കാർ കാലുവാരി കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചു. മനസ്സിലാക്കും, കൃഷ്ണകുമാർ മത്സരിച്ച് ജയിക്കുന്നതിന് മുമ്പ് പാർലമെൻറ്റ് ഇലക്ഷനിൽ അവിടെ പാലക്കാട് അസംബ്ലി ഇലക്ഷൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJP 3-ാം സ്ഥാനത്താണ് പോയത്, ഇടതുപക്ഷം 2-ാം സ്ഥാനത്ത് വന്നു. അതിനുശേഷം വീണ്ടും അവിടെ റാഫി സീറ്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, അവിടെ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് അവിടെയുള്ള BJP-ക്കാർ ഈ കൃഷ്ണകുമാറിനെ കാലുവാരി വല്ല ഭൂരിപക്ഷത്തിനൊക്കെ തോറ്റുപോയി. അതായത് BJP-യുടെ കോട്ടകളിൽ പോലും അവർ ഈ പറയുന്ന കോൺഗ്രസ് കാൻഡിഡേറ്റിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോട്ട് ചെയ്യും. ഇതാണ് ഞാൻ പറയുന്നത്. ഈ BJP-യുടെ അവരുടെ കേഡർ തന്നെ അവർക്കെതിരെ വോട്ട് ചെയ്യും. അതാണ് BJP എന്നൊരു ഭയങ്കരവാദം. ഇപ്പം നിങ്ങൾ പറയപ്പെടുക, ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇവർ ഫോക്കസ് നഷ്ടപ്പെട്ട കോറായിട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ പോലും ഹൈലൈറ്റ് ചെയ്യാൻ കഴിയാത്ത പാർട്ടിയാണ്. കേരളത്തിലെ കോർ അജണ്ട എന്തുവാ? ആൻറ്റി പിണറായിയാണ്, വേറൊന്നുമല്ല. രണ്ടാമത്തെ കോർ അജണ്ട എന്തു? ശബരിമല ഇഷ്യൂ.
ശബരിമല ഇഷ്യൂ ഇവിടുത്തെ കേരളത്തിലെ എല്ലാ ഹിന്ദു വിശ്വാസികളും, നിങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കരുത് കേരളത്തിലെ ഹിന്ദുക്കളെന്ന് പറയുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവര് അവർ ഈ നോർത്ത് ഇന്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റി അല്ല. കേരളത്തിൽ ജയ് ശ്രീറാം വിജയിക്കത്തില്ല. നിങ്ങളത് പറഞ്ഞാൽ നിങ്ങൾ ഔട്ടാ. ഒരു കാര്യം പറയാം, പഴയ DGP ജേക്കബ് തോമസ് ഈ IPS റിട്ടയർ ഒക്കെ ചെയ്ത ശേഷം RSSന്റെ ഒരു പ്രോഗ്രാം തൃശ്ശൂർ പോയിട്ട് ജയ് ശ്രീറാം പഠിച്ചു. അതിനുശേഷമാണ് ഇരിങ്ങാലക്കൂടെ മത്സരിക്കാത്ത ആലോചിച്ചിട്ട് അയാൾ എവിടെ പോയി നിന്നു. പിന്നീട് അയാൾ RSSൽ പോയി ജോയിൻ ചെയ്ത് ആക്ഷനെ വലിയ വണ്ണാക്കട്ടെ. അതോടും കേരളത്തിൽ അത് ഓടത്തില്ല. ജയ് ശ്രീറാം ഓടത്തില്ല. ഭാരത് മാതാക്കി ഓടുന്നു, ജയ് ഹിന്ദ് ഓടുന്നു. ഇതൊന്നും കേരളത്തിൽ ഓടത്തില്ല. കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അതിനകത്ത് ഒരു ഇടതുപക്ഷമുണ്ട്, അതിനകത്ത് ഒരു വലതുപക്ഷം എന്ന് പറഞ്ഞ കോൺഗ്രസ് ഉണ്ട്. അത് ഷാർപ്പാണ്, വട്ടിക്കനാണ് ഈ സപ്പോർട്ട്. അതിനകത്ത് അവിടുന്ന് തൊടാതെ പഴയ RSSും പിന്നെ BJPയിലോട്ട് വന്ന ചില ആൾക്കാരും ചില ക്രിസ്ത്യാനികളും ഒക്കെ എൻ്റെ അകത്ത് ചില ക്രിസ്ത്യാനികളേ ഉള്ളൂ. രണ്ട് പാർട്ടിയിലും പല പ്രശ്നങ്ങളും അതും ഇതും അതേപോലെ തന്നെ ഇസ്ലാമിക ഭീകരതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിൽ നിന്ന് വന്ന് അതിൻ്റെ വിക്റ്റിമും സംഭവങ്ങളൊക്കെ ആയി വന്ന ഒരു കൂട്ടരുണ്ട്. അതാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് തൊട്ട എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയെക്കാളും മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കാളും എഡ്യൂക്കേറ്റഡ് ആണ്. ഒന്ന്, രണ്ടാമത് അവർ ലോകം രണ്ടവരാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാത്ത നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അത് സോഷ്യൽ മീഡിയയിൽ BJPയുമായി RSSുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്രിസ്ത്യാനികളുടെ പല കള്ളപ്പേരിൽ പല ഉണ്ടാക്കിയിട്ട് അവർ ചെയ്യും ഇത് ചെയ്യും. ഇതൊക്കെ മൊനമ്പ ഇഷ്യൂ അവിടെ പോയി. മൊനമ്പ ഇഷ്യൂവിനകത്ത് BJP നല്ല നോളെടുത്തു. എവിടെ പോയി? ഇഷ്യൂ ഇല്ലാതായി പോയി. എന്താ ഇഷ്യൂ ഇല്ലാതായി പോയത്? ഇതൊക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്യണം. എന്തുകൊണ്ടാണ് മൊനമ്പം ഇഷ്യൂ ഒന്നുമല്ലാതെ പോയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ BJP ഒരു ക്രിസ്ത്യൻ നാർഫോന്ന കാൻഡിഡേറ്റിനെ കൊണ്ട് പ്രത്യേക കേരള എന്തുകൊണ്ടാണ് ഇതിന് വോട്ട് ഭയങ്കരമായിട്ട് ചോർന്നു പോയത്? ഇതൊക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്യണം, എന്താ പറ്റിയെന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒന്നും നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നൊന്നുമില്ല. ഒരു കാര്യമൊക്കെ പറയാം, തൃശ്ശൂർ ഇപ്രാവശ്യം പത്മജ ഉൾപ്പെടെ ഒറ്റ ഒരാൾ ജയിക്കത്തില്ല. പലയിടത്തും നിങ്ങൾ ഈ BJP പലയിടത്തും തൃശ്ശൂരിലെ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പലയിടത്തും 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. പല ഇടതുപക്ഷ കോട്ടയിലും പലയിടത്തും വന്നിട്ടുണ്ട്. ഇവരൊന്നും തന്നെ ഇവിടെ ഒരിടത്തു പോലും, ഞാൻ ടേക്ക് ഇറ്റ് ഫ്രം മീ, ഇവിടെ ഒന്നും കാര്യമായിട്ടൊരു പുല്ലോടെ ചെയ്യത്തില്ല BJP. കാരണം അന്നുണ്ടായത് 2024 ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷന്റെ അജണ്ടയും 2020 അതിനുശേഷം നടന്ന പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടുന്ന് എങ്ങോട്ട് പോയി? അത് കഴിഞ്ഞ് 2026 അസംബ്ലി ഇലക്ഷൻ വോട്ടെങ്ങോട്ടാ പോയത്? അതുകൊണ്ടാണ് പറഞ്ഞ് ഒരു പുല്ലും ചെയ്ത് നടക്കാൻ പറ്റത്തില്ല. ഇനി വേറൊരു കാര്യം, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനുമായും പഞ്ചാബ് ഇലക്ഷനുമായും ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെയും പ്രചരണം ഇവിടെ എല്ലായിടത്തും BJP ആയിരുന്നു. എല്ലായിടത്തും ഇഷ്ടം പോലെ നരേറ്റീവ്സ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, ആക്റ്റീവായിരുന്നു. അതായത് ബൂത്ത് തലങ്ങളിലും ബ്ലോക്ക് തലങ്ങളിലും മണ്ഡലം തലങ്ങളിലും BJP വളരെ ആക്റ്റീവായിട്ട് പോയി. അന്ന് 2026 നിയമസഭാ ഇലക്ഷനിൽ എത്ര ദിവസമേ ഉള്ളൂ? എന്തുകൊണ്ട് ആക്റ്റീവ് അല്ലാത്ത? ഇവിടെ ഈ പറയുന്ന കുറച്ച് പ്രകടനം നടന്നു. പാലായിൽ ഭയങ്കര പ്രകടനം നടന്നു, ഷോൺ ജോബ് ജയിക്കാൻ പോകുന്നത്. പ്രകടനത്തിനൊന്നും വോട്ട് കിട്ടത്തില്ല. മോദിയെ കാണാൻ വരുന്നവർ വോട്ട് ചെയ്യോ? ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടുന്ന് വോട്ടാവുന്നില്ല. പ്രകടനത്തിന് വരുന്നവർ ഈ പ്രകടനം കണ്ടൊന്നും അല്ല വോട്ട് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. മൈക്രോ ഇലക്ഷൻ മാനേജ്മെന്റ് ആണ്, ഒരിക്കലും മാക്രോ അല്ല. നോർത്ത് ഇന്ത്യയും മാക്രോ ലെവലാണ്, കേരളത്തിൽ മൈക്രോ ആണ്. എന്തായാലും കാരണം കേരളത്തിലെ ഇടതുപക്ഷത്തും കോൺഗ്രസിനകത്തും, പ്രത്യേകിച്ച് CPMും കോൺഗ്രസിനകത്ത് നിൽക്കുന്ന അവിടുത്തെ ലോക്കൽ നേതാക്കൾക്ക് അവിടെയുള്ള ഓരോ വീടുകൾ അറിയാം. ഞാനിത് വെറുതെ പറയുന്നതല്ല. കാരണം ഞാൻ ഈ
കോളേജിൽ പഠിച്ച സമയത്ത് ഞാൻ ആക്റ്റീവായിട്ട് കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്, KSUവിൻ്റെ അത് ഉണ്ടായിരുന്ന ഒരാളാണ്. അതിനുശേഷം ഞാനൊക്കെ പോകുന്നു. അപ്പോൾ ആ സമയത്ത് ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് എവിടൊക്കെയാണ് പോകുന്നത് കറക്റ്റ് ലിസ്റ്റുകൾ ഉണ്ടാക്കും. ആ വീട്ടിലെ പേരുണ്ട്, എത്ര പേരുണ്ട്, എത്ര പേര് പുറത്തുണ്ട്, എത്ര പേര് നാട്ടിലുണ്ട്, അവരാർക്ക് വോട്ട് ചെയ്യും. ഇതേപോലെ തന്നെ CPM-നകത്തുകൊണ്ട് ഭയങ്കര ഇലക്ഷൻ മാനേജ്മെൻ്റാണ്, ഭയങ്കര കെയറായിട്ടാണ് അവർ ചെയ്യുന്നത്. ഈ പുല്ലൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാനോ നന്നാക്കാനോ നോക്കാനോ BJPക്ക് കഴിയത്തില്ല. അതായിട്ട് കാരണം ഇത് BJPക്ക് പണമില്ല, ഇഷ്ടം പോലെ. നേരത്തെ ഒക്കെയാണ് പല BJP നേതാക്കൾ പറയുന്നത് കേട്ടു, പഴയ കാലത്ത് അവർ മത്സരിക്കുന്നു, തോക്കുന്നു, മത്സരിക്കുന്നു, തോക്കുന്നു, പണവുമില്ല, പ്രവർത്തകരുമില്ല, ഒന്നുമില്ല. അതൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടങ്ങ് പോയി. ഈ ചടങ്ങ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പഴയ മത്സരിച്ച പല ആളുകൾക്ക് ഇന്ന് മത്സരിക്കാൻ പോലും താല്പര്യമില്ല. കാരണം അവർക്കറിയാം ഈ മത്സരിച്ച് കഴിഞ്ഞാൽ ജയിക്കത്തില്ലെന്നറിയാം. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ചാട്ടം കൂത്തുന്നത് ജയിക്കുന്നില്ല. കേരളത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ RSSന്റെ ശാഖയുള്ള സ്റ്റേറ്റ് ആണ് കേരളം. എന്നിട്ട് BJP 6.5-6.7% വോട്ടുള്ളൂ. പിന്നീട് മോദിയുടെ പ്രഭാതം കൊണ്ട് കയറി വന്നതാണ് ഈ സംഭവം. അതിങ്ങനെ 19 പോയിട്ട് തിരിച്ച് 14 നിൽക്കുന്ന, അടുത്ത പ്രാവശ്യം വരുമ്പോൾ 10 താഴെ അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് ഇലക്ഷന് ജയിക്കേണ്ടത്? ഇലക്ഷന് ജയിക്കേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ ഇത്ര പേര് അങ്ങനൊന്നും വോട്ട് ചെയ്തൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഹിന്ദു തമ്മിൽ ഈ ശബരിമല ഇഷ്യൂ എന്തുകൊണ്ടാണ് BJP ഏറ്റെടുക്കാത്ത എൻ്റെ ഈ ഇപ്രാവശ്യം? കാരണം പല BJP നേതാക്കളും പറയുന്നത് ശബരിമല ഇഷ്യൂ നേരത്തെ അവർ ഏറ്റെടുത്ത് കഴിഞ്ഞ് 2024 പ്രയോജനം കിട്ടിയ കോൺഗ്രസ് പാർട്ടിക്ക്. എൻ്റെ കാര്യം ഇതെന്നറിയാം, ബേസിക്കലി അതായത് BJPക്ക് 8-10 നേതാക്കളെ ഉള്ളൂ ഫേസായിട്ട് കാണിക്കാൻ. ബാക്കിയുള്ളവരെ ഒന്നും നിങ്ങൾ കൊണ്ടുവന്നില്ല. അതതിൻ്റെ കാര്യം. ബാക്കി ഒരു കേരളത്തിലെ പോപ്പുലർ ഫേസ് എത്ര പേരുണ്ട്? ഇത്രയും കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, നിങ്ങൾക്ക് ഫേസ് ഇല്ല, അതായത് മുഖമില്ല ഈ പാർട്ടി. പിന്നെ ആളുകളൊക്കെ വോട്ട് ചെയ്യും. ജനങ്ങളുമായിട്ട് ബന്ധം വേണം. ജയശ്രീറാം വിളിച്ചാൽ ഇതിന് ബന്ധം ഉണ്ടാവത്തൊന്നുമില്ല. ഹിന്ദുക്കൾ പോലും, അവർക്ക് പോലും താല്പര്യമില്ല ഇതിനോടൊന്നും. കാരണം അവർ എഡ്യൂക്കേറ്റഡ് ആണ്. കാരണം അവർക്കൊക്കെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കേരളത്തിലെ എല്ലാ ആളുകൾക്കും പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം BJPക്ക്. അവർക്കൊന്നും പൊളിറ്റിക്സ് ഇല്ലായിരുന്നു ഇത്ര പ്രശ്നമില്ല. പക്ഷേ ഇവർക്കല്ല, ഓരോ ഇൻഡിവിജ്വലിനും അവർക്ക് അവരുടേതായ പൊളിറ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, കരുണാകരൻ്റെ മകൾ അവർ തൃശ്ശൂർ, ഞാൻ പറയാം, അവർ 3-ാം സ്ഥാനത്തോട്ട് പോകും. കാരണം അത്ര മണ്ടന്മാരെന്ന് പോലെ തൃശ്ശൂരുകാർ. നിങ്ങൾ ഈ നിലമ്പൂർ ഇലക്ഷൻ്റെ അകത്ത് അത് എടുത്ത് നോക്കുക, ശ്രദ്ധിച്ചെടുത്ത് നോക്കുക. എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻസ് ശരിക്കും വോട്ടുള്ള സ്ഥലം ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ പിടിച്ചുപോത്തി? എന്തുകൊണ്ടാണ് അവർ ഈ ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ, ഈ മലയോര കർഷകരെ, കുടിയേറ്റ കർഷകരെ വോട്ട് ചെയ്യാനുള്ളൂ? അതിന് തൊട്ട് മുമ്പുള്ള സംഭവങ്ങൾ നോക്ക്. ക്രിസ്ത്യൻസിനെതിരെയുള്ള അറ്റാക്ക്, അതായത് പലയിടത്തുള്ള അറ്റാക്കുകൾ ഓരോന്നായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നതിലൊക്കെ ഈ സോഷ്യൽ മീഡിയയൊക്കെ പല ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും ക്രിസ്ത്യൻ ഇൻഡിവിജ്വൽസും കാത്തലിക് അച്ഛന്മാരും അവരുടെയൊക്കെ പ്രസംഗം വളഞ്ഞൊളിച്ച് അവർ BJPക്ക് അനുകൂലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു പല ആൾക്കാരും. കാരണം ഇസ്ലാമിക ടെറർ അതിനെ ഒതുക്കാൻ BJP ആവശ്യം. പക്ഷെ അവരുടെ കുടുംബത്തിന് തന്നെ, അതായത് അവരുടെ കമ്മ്യൂണിറ്റിക്കകത്ത് അവരുടെ വിശ്വാസികൾക്ക് ഈ ഛത്തീസ്ഗഡ് ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. പ്രത്യേകിച്ച് ഈ പറയുന്ന കേരളത്തിലെ BJPയുടെ പല ആൾക്കാർ, അവരെ ക്രിസ്ത്യാനികൾ എങ്ങനെ, ഈ കാത്തലിക്സ് എങ്ങനെ വോട്ട് ചെയ്ത് നിങ്ങൾ ആലോചിക്കണം. പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കുക. കേരളത്തിന് ഓരോ കാത്തലിക്സ് ഫാമിലിയിൽ നിന്നും നിങ്ങൾ എടുത്തു നോക്കുക. ആദ്യമായിട്ട് അവർക്കൊരു കാത്തലിക് അച്ഛൻ കാണും, അത് 1-2 അച്ഛന്മാർ കാണും, അല്ലെങ്കിൽ സെക്കൻഡ് കസിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് കസിൻ ആയിരിക്കും, ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ. അത് കഴിഞ്ഞ് അവരുടെ കുടുംബത്തിനകത്ത് എങ്ങനായാലും 3-4 കന്യാസ്ത്രീകൾ കാണാം. ഇവർ കേരളത്തിൽ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. ആദ്യം മനസ്സിലാക്കുക. യമനിലൊരു പ്രശ്നമുണ്ടായി ഹൂത്തികളുടെ. നിങ്ങൾ കേട്ടിട്ട് ആരതിനാണോ ആ സമയത്ത് അവിടെ കൊണ്ടൊരു മലയാളി അച്ഛൻ, മലയാളി കന്യാസ്ത്രീകൾ. അതായത് ഒരു ലോകം മുഴുവനുമുണ്ട്. നിങ്ങൾ ഇടുങ്ങിയ സ്വഭാവം വെച്ച് നോക്കരുത്. അതായത് ക്രൈസ്തവർ, പ്രത്യേകിച്ച് കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ അവരുടെ ചാരിറ്റി എന്ന് പറയുന്നത് ലോകം മുഴുവനുണ്ട്, ഇന്ത്യ മുഴുവനും ഉണ്ട്.
ഇന്ത്യയുടെ എല്ലാ വില്ലേജുകളിലും RSSന് പോകാൻ പറ്റിയിട്ടില്ല. കാരണമുണ്ട്, കാരണം അത്രമാത്രം വൈഡാണ് ഈ സംഭവം. പക്ഷെ ഇന്ത്യയുടെ എല്ലാ വില്ലേജുകളും നിങ്ങളൊന്ന് പോയി നോക്ക്, അവിടെ ഒരു കാത്തലിക് മൂവ്മെന്റ് ഉണ്ട്. ഒരു കാത്തലിക്കിട്ട് ഒരു ചെറിയ സ്കൂള് കാണും, ചെറിയൊരു ക്ലിനിക്ക് കാണും, 1-2 അച്ഛന്മാർ കാണും, കന്യാസ്ത്രീകൾ കാണും. അതുകൊണ്ട് അപ്പം ഇവര് വിടുന്നതിന്റെ ഒറിജിനേറ്റ് ചെയ്തേക്കുന്ന ഏറ്റവും കൂടുതൽ പേര് ഈ പറയുന്ന കൊച്ചു കേരളത്തിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഈ പറയുന്ന പാലാ ഭരണങ്ങാനാസ് ഭാഗം എല്ലാം എടുക്കുവാണെങ്കിൽ അവിടുന്ന് മാത്രം കൊണ്ട് 1 ലക്ഷം കന്യാസ്ത്രീകളും 1 ലക്ഷം അച്ഛന്മാരും. ഇത് വെറും തമാശയല്ല. ഇതിനിടയ്ക്ക് PC ജോർജ് ഈ കന്യാസ്ത്രീ അച്ഛന്മാർക്ക് തലയ്ക്ക് ബോധമില്ല, ബിഷപ്പ്മാർക്ക് തലയ്ക്ക് ബോധമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാത്തലിക്സിന്റെ വിശ്വാസികൾ അത്ര പൊട്ടന്മാരാണോ PC ജോർജിനെ വിശ്വസിക്കാൻ? എനിക്ക് ഷോൺ ജോർജിനെ പേഴ്സണലി ഇഷ്ടം. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അയാൾ നല്ലൊരു പൊളിറ്റിക്കൽ ലീഡറാണ്. പാലയിലോ നല്ല ഫൈറ്റ് കൊടുക്കുമെന്ന് ധാരണ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പൂർണ്ണമായിട്ട് പറയും, ഷോൺ ജോർജ് വല്ലാവന്ന് തോറ്റുപോകും. ഇതൊരു വലിയ ഇഷ്യൂ ആണ് ഈ PC ജോർജ് പറഞ്ഞതും ഈ FCR എന്നും വലിയ ഇഷ്യൂ ആണ് കേരളത്തില്, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ. ആരാണ് തെറ്റ് കാണിക്കുക അവരെ ശിക്ഷിച്ചോ. ഒന്നാമത് ഈ ലോ വളരെ സ്ട്രിക്റ്റ് ആണ്. കാരണം BJP വന്ന ശേഷം കഴിഞ്ഞ 10 വർഷം 3 പ്രാവശ്യമാണ് അപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോഴൊന്നും ആൾക്കാരൊന്നും പറഞ്ഞില്ലല്ലോ. വേണ്ടാത്ത രീതി മനഃപൂർവ്വം ദ്രോഹിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇഷ്യൂ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ BJP ലീഡേഴ്സിനെ പ്രത്യേകം പിടികിട്ടി ഈ സംഭവം അവർക്ക് തിരിച്ചെഴുതുക. അതിനിടയ്ക്ക് 1-2 എൻ്റെ പേഴ്സണലായിട്ടുള്ള സംഭവത്തിൽ ചില BJP നേതാക്കൾ ഫോണിൽ വിപ്രാവശ്യം ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അവരെ നശിപ്പിക്കുകയാണ്. അവരോടും കൂടെ അങ്ങനെ പറയുന്ന, അങ്ങനെ ചിന്തിക്കുന്ന കേരളത്തിലെ BJP RSSകാരോട് പറയാൻ വേണ്ടി, നിങ്ങൾ RSS ഇന്ത്യയിൽ ഉണ്ടാകുന്നതിന് മുമ്പ്, അതായത് ഹിന്ദു ഒരു സംഭവം ഉണ്ടായി പണ്ട്, അതായത് RSSനൊക്കെ മുമ്പ്, അതുണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായ സംഭവമാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രം വന്നുവന്നതല്ല, അവർ കോളോണിയലിൻ്റെ ഭാഗമായിട്ട് വന്നുവന്നതല്ല. ഈ ബ്രിട്ടീഷുകാരും കൊണ്ടുവന്നതൊന്നുമല്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ. ബ്രിട്ടീഷുകാരും വരുന്നതിന് മുമ്പ് കേരളത്തിലെ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. ഇതൊക്കെ തെറ്റായ ധാരണ വെച്ചത്. പിന്നെ നിങ്ങളെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സീറ്റും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യും. നിങ്ങളൊരു കുന്തം ചെയ്യാൻ പോകുന്നില്ല. ഒരു കുന്തവും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല. അതായത് കാര്യം നോർത്ത് ഇന്ത്യയിൽ RSSും BJPയും ബജറാംഗളിലും നോക്കിയിട്ട് എന്തു കുന്തമാണ് ഉണ്ടായത്. ഞാൻ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാം. നിങ്ങൾ അവിടെ ഇവിടെ ഒക്കെ പ്രശ്നം ഉണ്ടാക്കി. തിരിച്ചപ്പുറത്തും ഉണ്ടായി, തിരിച്ചപ്പുറത്ത് ഫോർമേഷൻ ഉണ്ടായി, അപ്പുറത്ത് ഭീം ആർമി ഉണ്ടായി. ബജറാംഗളിനെ RSSനെ കൗണ്ടർ ചെയ്യുക. അപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത്? അത് നിങ്ങൾക്കിതേ പറ്റത്തുള്ളൂ. മനസ്സിലാക്കേണ്ട സംഭവം, ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ നിങ്ങളൊരു ഗുണം ചെയ്യാത്തത്, ഒരു കോപ്പ് നിങ്ങൾ ചെയ്യാത്തത് പോകുന്നില്ല. നിങ്ങൾക്കത് ചെയ്യാനും പറ്റത്തില്ല. ഇനി കേരളത്തിനോട് തിരിച്ചു വരുവാണെങ്കിൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നിലമ്പൂർ ഇലക്ഷൻ, അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ, അതിനുശേഷം ഇന്ത്യ ആകെവാട് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും സാറ്റലൈറ്റ് മീഡിയയിലൊക്കെ വാർത്തയായി. ഇതൊരു ഗ്ലോബൽ വാർത്തയായി. ഇതിനടുത്ത് നോക്കുക, ഇന്ത്യയിൽ നടന്ന പല സംഭവങ്ങൾ, ഛത്തീസ്ഗഡ് ആണെങ്കിലും UP ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും രാജസ്ഥാനിൽ, അവിടൊക്കെ ഒരു പ്രശ്നം നിന്നെ പിടിച്ചെടുക്കുക, അകത്തിട്ടേക്കുന്നൊരു മലയാളിയെയാണ്. ഈ മലയാളിക്ക് കേരളത്തിൽ ഫാമിലി ഇല്ലേ, അവർക്കറിയാവുന്ന സുഹൃത്തുക്കളില്ലേ, അവർ കിടക്കുന്ന ചാർച്ചില്ലേ, അവരെന്തിതങ്ങ് ഇതൊക്കെ കണ്ടിട്ടങ്ങ് വിട്ടുകളയുക. ഏത് ക്രിസ്ത്യൻ മലയാളിയാണ് ഈ പറയുന്ന ഇന്ത്യക്കെതിരെ, അതായത് ഇന്ത്യക്കെതിരെ ആ വാക്കാൻ ഉപയോഗിക്കുക അവർ നിന്നിട്ടുള്ളത്? അജിത് ഡോവലിൻ്റെ വാക്കെടുക്കുക. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കെതിരെ സ്പൈ ഓപ്പറേഷൻ നടത്തുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളാണ്. മുസ്ലിങ്ങളെന്ന്, ക്രിസ്ത്യാനികളെന്ന്. എത്ര ക്രിസ്ത്യൻ ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിനിടെ കയ്യിൽ. അവർ ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗൻഡയുമായിട്ട് ഇന്ത്യൻ എത്ര പേര് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ക്രൈസ്തവരെന്ന് പറഞ്ഞ് ഇന്ത്യനൈസ്ഡ് ആണ് ഈ ക്രൈസ്തവർ. നേരത്തെ RSSൻ്റെ പല മേധാവികളും പറഞ്ഞ് ഇന്ത്യനൈസ്ഡ് ആണ്, ഇന്ത്യക്കാരാണ്. അവർ ഹിന്ദു മതത്തിൽ അങ്ങോട്ട് പോയവരാണ്. അവരെ പെട്ടെന്ന് ശത്രുക്കളായിട്ട് കാണാൻ അടിക്കുകയും പിടിക്കുകയും നോർത്ത് ഇന്ത്യയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് കേരളത്തിൽ വന്നിട്ട് അവരോട് വോട്ട് ചെയ്യിച്ച് അവർ വോട്ട് ചെയ്യത്തില്ല. അവരെങ്ങനെ വോട്ട് ചെയ്യും? കാരണം നാളെ നിങ്ങളെ അവിടെ എലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇരുത്തി കഴിഞ്ഞാൽ
നിങ്ങളുടെ ആ യഥാർത്ഥ സ്വഭാവം നിങ്ങളെ കാണിക്കത്തില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അത് നിങ്ങളത് കാണിക്കുന്നവരാണ്. കാരണം നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങളെ സോഷ്യൽ മീഡിയ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ കേരള ഗ്രൂപ്പുകൾ അതിനെ ന്യായീകരിക്കുകയാണ്, അതിനെ തള്ളിക്കളയുകയല്ല. അപ്പം അതിനെ ന്യായീകരിക്കുന്ന ഈ വിഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന അനിൽ കൊടിത്തോട്ടം അയ്യപ്പ കുട്ടികൾ കയറി വരുന്നതിൻ്റെ കാര്യം എന്തുവാ? പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ പല വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്തും അവർക്ക് പെട്ടെന്ന് റെസ്പെക്റ്റ് കിട്ടുന്നതിൻ്റെ കാര്യം, അവരെ പെട്ടെന്ന് ജനങ്ങൾ നോക്കുന്നതിൻ്റെ കാര്യം. കാരണം അവർ പറയുന്നതിൻ്റെ അകത്ത് കാര്യം കേട്ടോ. ഞാൻ പറയാൻ പോകുന്നൊരു കാര്യമുള്ളൂ. അത് PC ജോർജ് മുഖാന്തരം കോട്ടയം ജില്ലയിൽ ക്രൈസ്തവ മേഖലയിലും കാത്തലിക് മേഖലയിലും അവിടെ അടി കിട്ടാൻ പോകുന്ന BJPക്കാണ്. പലയിടത്തും അവിടെ പലയിടത്തും 2ാം സ്ഥാനത്തും ഒക്കെ വരാൻ ശ്രമിച്ച BJP പ്രാവശ്യം ആ ഭാഗത്ത് 3ാം സ്ഥാനത്തേക്ക്, അതായത് ഏറ്റുവാങ്ങിയതൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന കാൻഡിഡേറ്റാണ്. തമാശ, അത് പൂരോഗ തമാശയാണ്. കാരണം 2020 കാരണം BJPക്ക് ഒന്നും ഫേസ് ഇല്ല. ഏത് ഫേസിനെ പോയിട്ട് നോക്കും? തൃപ്പൂണിത്തിനകത്ത് നല്ല ഫേസ് നോക്കാമായിരുന്നു. ആ ശിവശങ്കരത്തെയൊക്കെ പിടിച്ചിടായിരുന്നു. അവിടെ 2022 കൊടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഏതായിട്ടൊക്കെ സിനിമയിൽ അഭിനയിച്ചു. നോൺസെൻസ്. മലയാളികൾ സിനിമാ നടികളെയും സിനിമാ നടന്മാരെയും സിനിമാ നടികളെ അതേപോലെ തന്നെ കോപ്രായം കാണിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ ഒന്നും അംഗീകരിക്കുന്നത് മലയാളി സർക്കാർ. നമ്മുടെ മലയാളികൾക്ക് പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിലാണ് അവർ നോക്കിക്കാണുന്നത്. അല്ലാതെ ഈ ഗിമിക്സും പരിപാടിയും ജാടയും വേലയൊന്നും കേരളത്തിൽ പോത്തുന്നതില്ല. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നത്. വീട്ടിൽ ഞാൻ പറയുന്നത് എനിക്ക് താല്പര്യമുണ്ടാവും BJP ചില സീറ്റുകൾ കിട്ടണം. പക്ഷെ എൻ്റെ ഒരു അസംഷൻ അനുസരിച്ച്, അനലൈസ് അനുസരിച്ച് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല. അതിൻ്റെ പ്രത്യേകിച്ച് ആ കാണുന്ന ലക്ഷണമാണ് BJPക്ക് അകത്തെ തമ്മിലേക്ക് പാലക്കാട് നടക്കുന്നു, തൃശ്ശൂർ BJP സീറ്റ് കിട്ടാത്തവരെല്ലാം പന്തയെ തോൽപ്പിക്കാൻ നടക്കുന്നു. ഈ പറയുന്ന FCR ക്രൈസ്തവരെ വോട്ട് ചെയ്യത്തില്ല. നിങ്ങളത് ധരിക്കുത്തിക്കുന്നത് ഈ 2026 അസംബ്ലി ഇലക്ഷനിൽ ഇന്ത്യയിലുണ്ടായ സംഭവങ്ങൾ, ഛത്തീസ്ഗഡ് ഇഷ്യൂ, ഇതെല്ലാം വെച്ച് കേരളത്തിലെ ബോധമുള്ള ഒരൊറ്റ ക്രൈസ്തവരും BJPക്ക് വോട്ട് ചെയ്തില്ല. അത് BJPക്ക് പിടികിട്ട് ഇപ്പം ഇലക്ഷൻ കഴിയുമ്പോൾ. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് എനിക്ക് പറയാൻ.